വിശ്വാസം കാത്തവരും വിശ്വാസത്തിന് വേണ്ടി നിലനിന്നവരുമാകുന്ന അനേക ഭക്തന്മാരെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പെട്ടെന്നുള്ള തകർച്ച നിമിത്തം, അവിശ്വാസം നിമിത്തം ക്ഷീണിച്ചവരും പിന്മാറിപ്പോയവരെയും നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയും. എന്നാൽ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരും സ്ഥിരതയുള്ളവരുമായി ജീവിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധർമ്മമായി നാം കാണണം. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ 2 തീമോഥെയോസ് 4:7 ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുകയാണ്, വിശ്വാസത്തിന് വേണ്ടി ഞാൻ നല്ല പോര് പൊരുതി. മാത്രമല്ല വിശ്വാസം കാത്തു. അത് സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഒന്നാണ്. അതെ, പത്രോസിൻ്റെ വിശ്വാസത്തെ പലപ്പോഴും ഗോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് ശത്രുവായവൻ ശ്രമിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് 22:32 ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. നാം ജീവിതത്തിൽ ഉറപ്പുള്ളവരായിത്തീരണം, കുലുങ്ങാത്തവരായിത്തീരണം, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരായിത്തീരണം. നാം ഉറപ്പുള്ളവരായി നിലനിൽക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതെ, നെഹമ്യാവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നെഹമ്യാവിന് വിരോധമായി അനേക വ്യക്തികൾ എഴുന്നേറ്റു. പ്രത്യേകാൽ സൽബലത്തും തോബിയാവും തനിക്കെതിരെ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം നെഹമ്യാവിൻ്റെ പക്ഷത്തു നിന്നു. ദൈവപ്രവൃത്തിക്ക് വേണ്ടി നെഹമ്യാവ് ശക്തനായിത്തീരുകയും ദൈവം തന്നെ കൊണ്ട് ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്തെടുപ്പിക്കുകയും ചെയ്തു. അതെ, എന്തുകൊണ്ടാണ് സാത്താൻ നമ്മെ പരീക്ഷിക്കുകയും വിശ്വാസത്തിൽ തകർത്ത് കളയുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്? മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഒരു വലിയ ദൗത്യമുണ്ട്. അത് ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് എപ്പോഴും ആഗ്രഹിക്കും. ദൗത്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിറുപിറുത്ത് ക്ഷീണിച്ച് നാം അവിശ്വാസികളായി തീരുവാൻ പിശാച് നമ്മെ പ്രലോഭിപ്പിക്കും. എന്നാൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസം നമ്മളെ ഉറപ്പിൽ നിർത്തട്ടെ. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ഇന്നും നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നാം ക്ഷീണിക്കേണ്ടുന്ന കാര്യമില്ല, തളരേണ്ടുന്ന കാര്യമില്ല. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകാം. പതറിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.